CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ട വികസന പദ്ധതികൾ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നത് ജനപ്രതിനിധിയുടെ കഴിവുകേടാണെന്ന് LDF സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫ. പെരിന്തൽമണ്ണ പ്രസ് ഫോറം സംഘടിപ്പിച്ച പോർനിലം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കുന്നതിനായിരിക്കും പ്രഥമ പരിഗണനയെന്നും ഹനീഫ പറഞ്ഞു. മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് കൊടിയേറി. ഏപ്രിൽ 1 ബുധനാഴ്ചയാണ് പൂരം. 4 ദേശവേലകളിൽ 30ഓളം ഗജവീരന്മാർ അണിനിരക്കും. മാർച്ച് 31 കാളവേലയും ആഘോഷിക്കും. അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ മാതാന്ത്രി പുരസ്കാരം സിനിമാ താരം ഇന്ദ്രൻസ് ഏറ്റുവാങ്ങി. ക്ഷേത്രാങ്കണത്തിലെ ശ്രീശൈലം ഹാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിലാണ് പുരസ്കാരം കൈമാറിയത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ റോഷന് മുസ്ലിം ലീഗുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് ലീഗ് പ്രാദേശിക നേതാക്കൾ. റോഷൻ CPIM പ്രവർത്തകനാണെന്നും നേതാക്കൾ ആരോപിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ റോഷന് മുസ്ലിം ലീഗുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് ലീഗ് പ്രാദേശിക നേതാക്കൾ. റോഷൻ CPIM പ്രവർത്തകനാണെന്നും നേതാക്കൾ ആരോപിച്ചു. ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട വ്യക്തി പൊന്നിയാർച്ചി സ്വദേശിയായ റോഷനാണ്. മുഹമ്മദ് റോഷൻ എന്ന വ്യക്തിയാണ്. അതിനുശേഷം വ്യാപകമായ രീതിയിൽ CPM സൈബർ ഇടങ്ങളിൽ ഒരു കടന്നുകയറ്റം, ഒരു അറ്റാക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് നേരെയുണ്ട്. എന്നാൽ ഈ വ്യക്തി, മുഹമ്മദ് റോഷൻ എന്ന വ്യക്തി, മുസ്ലിം ലീഗ് പ്രസ്ഥാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ്. മുമ്പെങ്ങോ മുസ്ലിം ലീഗിൻ്റെ ഒരു MSF ജാഥ പോയപ്പോൾ 15 വർഷങ്ങൾക്ക് മുമ്പാണ് ആ ജാഥയിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ വ്യാപകമായി പ്രചരിപ്പിച്ച് ഈ സാദിഖ് അലി തങ്ങൾക്കെതിരെ പോസ്റ്റ് ഇട്ട വ്യക്തി മുസ്ലിം ലീഗുകാരനാണ്, MSFകാരനാണ് എന്ന രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പ്രാദേശികമായിട്ട് ആ നാട്ടിലുള്ള പ്രവർത്തകരാണ്. അപ്പോൾ ഇന്ന് വരെ ഈ റോഷൻ എന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പിതാവ് KT കണ്ണന്തൊടി അസൈനാർ എന്ന വ്യക്തി CPM സജീവ പ്രവർത്തകനാണ്. ഈ റോഷൻ ഒരു കാലത്തും മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രചരണം CPM സൈബർ സഖാക്കൾ സംസ്ഥാനത്തുടനീളം നടത്തപ്പെടുന്നുണ്ട്. അപ്പം അതിന് പ്രദേശവാസികൾ എന്ന നിലക്ക് പൊന്നാർച്ചി മുസ്ലിം ലീഗ് യൂണിറ്റ് കമ്മിറ്റി ഈ റോഷൻ മുസ്ലിം ലീഗുകാരനല്ല എന്നുള്ള വിവരം നിങ്ങൾ അറിയിക്കണം. ഒരു കാരണവശാലും ഒരു സമയത്ത് പോലും മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കാത്തൊരു വ്യക്തിയാണ് ഈ മുഹമ്മദ് റോഷൻ. പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് റോഷനെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇയാൾക്ക് പാർട്ടിയുമായി ബന്ധമുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് പൊന്നിയകുറിശി മുസ്ലിം ലീഗ് യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കഴിഞ്ഞ 10ാം വാർഡില് മുനിസിപ്പൽ ഇലക്ഷനിലെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഫിനിഷ് കൊടിയിൽ ചെയ്തു കൊടുത്ത വീഡിയോയാണ്. ഇവൻ അത്രയും ബന്ധമാണ്. അങ്ങനെയാണ് ഇപ്പോൾ CPM നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ സംശയം പറഞ്ഞത്. ഈ പോസ്റ്റ് ഈ ഷാനു എന്നുള്ളതിൽ നിന്ന് വന്ന ഉടനെ ഇത് അതിന്റെ സമയം നോക്കി അറിയാം. ഇവിടെ ഒരു അമേരിക്കയിലെ ഒരു ആരിഫ് മൊയ്തീനോ അങ്ങനെ ഏതൊരു ഇതൊക്കെയാണ് ഫസ്റ്റ് തുടക്കത്തിൽ വന്നത്. ഈ പത്രത്തിലൊക്കെ വരുന്നതിന് മുമ്പ് ഇത് ഫസ്റ്റ് വന്നത് ഇടത് സൈബർ ഹാൻഡിലുകളിലാണ്. പിന്നെയാണ് ഇത് പത്രക്കാർ അറിയണതും, പിന്നെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതിനെതിരെ പരാതി കൊടുക്കുന്നതും. ഇപ്പൊ ഈ കേസ് നടക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പരാതിയാണ്. ബഷീർ അലി തങ്ങൾക്കെതിരെ മുമ്പ് ഒരു വ്യാജ വീഡിയോ ആ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതാണ്. 2011 ഒരു പരിപാടിയിൽ വെച്ചെടുത്ത ചിത്രം ഉപയോഗിച്ചാണ് വ്യാജ പ്രചാരണം നടക്കുന്നത്. പ്രതിക്ക് വർഷങ്ങളായി ലീഗുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഇയാൾ CPM അനുഭാവമുള്ള കുടുംബത്തിൽ നിന്നുള്ളയാളാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. തങ്ങൾക്കെതിരെ നടക്കുന്നത് ആസൂത്രിതമായ നീക്കമാണെന്നും അവർ ആരോപിച്ചു. ഇത് വരുന്നു, പിന്നെ പത്രക്കാർ വരുന്നു, പരാതി കൊടുക്കുന്നു. അതിൽ പിന്നെ ടീം വർക്കാണത്. കാരണം ഇതൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത് അത് പിന്നീട് പരാതി കൊടുത്തപ്പോഴാണ് ഇവരൊക്കെ ഇത് വലിച്ചത്. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതിന്റെ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമം നടന്നിട്ടുണ്ട്. ഈ 10 കൊല്ലം 15 കൊല്ലം മുമ്പുള്ള ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങളെ കയ്യിലും കൂടി ഇതില്ല.
ഈ ഫോട്ടോസ് ഒന്നും ഞങ്ങളുടെ കയ്യിലും കൂടി ഇല്ല. എങ്ങനെ? അങ്ങനെ ഇല്ല അതൊന്നും ഇതിലില്ല. അങ്ങനെ യാതൊരു വിഷയമല്ല ഇതില്. ഇല്ല ഇത് ഇവന്റെ വ്യക്തിപരമായിട്ടുള്ള സംഭവം മാത്രമേ ഇതിൽ ഒരു പാർട്ടിക്കാരും ഇല്ല. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലവും CPM-ഉമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉണ്ട്. ഇവൻ കാപ്പാപ്രതിയാണല്ലോ. 4-5 കേസുണ്ട്. കാപ്പാപ്രതിയാണ്. മങ്കട 5 മാസം മുമ്പ് മങ്കട ഒരാളെ ഹെൽമെറ്റ് എടുത്ത് തലക്കടിച്ചിട്ട് അതാണ്. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് സെക്രട്ടറി അക്ബർ, പ്രസിഡന്റ് കീഴേറ്റിൽ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർ KM റാഷിഖ്, യൂത്ത് ലീഗ് യൂണിറ്റ് പ്രസിഡന്റ് MK ഫൈസൽ എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ മാതാന്തിരി പുരസ്കാരം സിനിമാ താരം ഇന്ദ്രൻസ് ഏറ്റുവാങ്ങി. ക്ഷേത്രാങ്കണത്തിലെ ശ്രീശൈലം ഹാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിലാണ് പുരസ്കാരം കൈമാറിയത്. മലബാർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ശ്രീ TC ബിജു അവരുടെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബിജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സിനിമാ മേഖലയിലെ വിശിഷ്ട സംഭാവനയ്ക്കാണ് ഇന്ദ്രൻസിന് പുരസ്കാരം സമ്മാനിച്ചത്. അപ്പോഴും ഒരു മനസ്സിലൊരു ആദ്യം ഉണ്ടായിരുന്നു, നല്ല സിനിമകൾ ഈ കോമഡി ചെയ്യുമ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. പക്ഷെ അത് നന്നായി ഏറ്റില്ലെങ്കിൽ, കഥ അത് നന്നല്ലെങ്കിൽ നമ്മൾ തന്നെ വേർക്കാൻ തുടങ്ങും, നാണം തോന്നും. അപ്പം പലയിടത്തും പോയി ഒരുപാട് അങ്ങനെ മറ്റൊരാൾക്ക് ചിരിക്കാൻ തോന്നാത്ത കാര്യം ചെയ്ത് ചിരിപ്പിക്കാൻ ശ്രമിച്ച് ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി നന്നായി വന്നു കഴിയുമ്പോൾ വലിയ ധൈര്യമാണ്, വലിയ സന്തോഷമാണ്. അതാണ് കൂടുതൽ നമ്മളെ ഈ മേഖലയിൽ നിന്ന് തള്ളിപ്പോവാതെ ഈ ചെല്ലപ്പേരൊക്കെ ഇട്ട് നമ്മളെ വളർത്തി നിലനിർത്തിയത് ആ കോമഡി കഥാപാത്രങ്ങളാണ്. പിന്നുള്ള ഒക്കെ മാറ്റം എങ്ങനെയൊക്കെ അമ്മയുടെ അനുഗ്രഹം, ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനയുടെ ഫലം ഒക്കെ തന്നെയാണ്. എങ്ങനെയൊക്കെ ശരീരം മാറിയില്ലെങ്കിലും മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള ഒരു ധൈര്യം, ഉള്ളിലൊരു ശക്തി തരുമായിരുന്നു. മലബാർ ദേവസ്വം ബോർഡ് അംഗം ശോഭന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ M വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. ക്ഷേത്രം ഭാരവാഹികളും സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ഏപ്രിൽ 4 വരെ നീണ്ടുനിൽക്കുന്ന തിരുമാതാംകുന്ന് പൂരത്തിന്റെ 2ാം ദിനത്തിലാണ് പുരസ്കാര സമർപ്പണം നടന്നത്. പൂരത്തോടനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ വിവിധ സാംസ്കാരിക പരിപാടികളും കലാവിരുന്നുകളും ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറും. CCN പെരിന്തൽമണ്ണ. മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് കൊടിയേറി. ഏപ്രിൽ 1 ബുധനാഴ്ചയാണ് പൂരം. 4 ദേശവേലകളിൽ 30ഓളം ഗജവീരന്മാർ അണിനിരക്കും. മാർച്ച് 31 കാളവേലയും ആഘോഷിക്കും. തന്ത്രി അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റു കർമ്മങ്ങൾ നടന്നത്. മാങ്ങോട്, വീരമംഗലം, വെള്ളിനേഴി, ചമ്മന്നൂർ എന്നീ ദേശവാസികളുടെ സാന്നിധ്യത്തിൽ മംഗളവാദ്യങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അകമ്പടിയോടെയായിരുന്നു ചടങ്ങുകൾ.
കൊടിയേറ്റിനു പിന്നാലെ വലിയ പറമ്പിൽ ഗോപാലകൃഷ്ണൻ നയിച്ച ചവിട്ടുകളിയും അരങ്ങേറി. തുടർന്ന് ക്ഷേത്രത്തിലെ കഴകമായിരുന്ന അരീക്കരെ പൊതുവാട്ടിൽ മാധവിക്കുട്ടി പൊതുവാൾസിയാരെ ആദരിച്ചു. 2001 മുതൽ 2018 വരെ സേവനം ചെയ്ത നമ്മുടെ കഴകം ജീവനക്കാരിയായിട്ടുള്ള മാധവിക്കുട്ടി പൊതുവാൾസിയാരെ നമ്മളിന്ന് ദേവസ്വവും ഇവിടുത്തെ ഭക്തജനങ്ങളും പൂരാഘോഷ കമ്മിറ്റിയും എല്ലാവരും കൂടി ചേർന്ന് ആദരിക്കുകയാണ്. അവർക്ക് ദേവസ്വത്തിന് അർഹമായിട്ടുള്ളൊരു സാമ്പത്തിക സഹായം നൽകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ പുണ്യമുഹൂർത്തത്തിൽ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അവരെ ദേവസ്വത്തിന് വേണ്ടിയിട്ട് ആദരിക്കുകയാണ് ആദ്യം. ഭഗവതിക്കുള്ള തിടമ്പ് ഞാളാകുറിശി പുലാവുള്ളി രവി, വടക്കൻ വെള്ളിനേഴി ശ്രീകൃഷ്ണ സദനം അനീഷ് എന്നിവർ സമർപ്പിച്ചു. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ കൃഷ്ണനുണ്ണി, സെക്രട്ടറി CP ജനാർദ്ദനൻ, ദേവസ്വം മാനേജർ M പങ്കജാക്ഷൻ, ജീവനക്കാർ, മാതൃസമിതി അംഗങ്ങൾ, 4 ദേശ പൂരക്കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കരുമാനാംകുറിശി കതിരേറ്റം, പട്ടുകൂറ വരവ്, വെള്ളിനേഴി കതിരേറ്റം, കളമ്പാട്ട് എന്നിവയും നടന്നു. കൂത്തുമാടം കൊട്ടിക്കയറിയ ശേഷം രാമായണം തോൽപ്പാവക്കൂത്തിന് തിരിതെളിഞ്ഞു. ഏപ്രിൽ 1-നാണ് പൂരം. 30 ആനകൾ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പും കുടമാറ്റവുമാണ് പൂരത്തിന്റെ പ്രധാന ആകർഷണം. കല്ലൂർ ഉണ്ണികൃഷ്ണമാരാർ നയിക്കുന്ന മേളത്തോടെയാകും ആഘോഷങ്ങൾ നടക്കുക. മാർച്ച് 31-ന് കാളവേലയും ആഘോഷിക്കും. CCN ചെർപ്പുളശ്ശേരി. അഗ്രോ ഇൻപുട്ട് ഡീലേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുയോഗം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് സുബി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് ആവശ്യമായ വളങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാന ട്രഷറർ സുരേഷ് കുമാർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി റോബർട്ട് ജോസഫ്, ജില്ലാ സെക്രട്ടറി സാം കുരുവിള, ജില്ലാ ട്രഷറർ സുരേന്ദ്രബാബു, മുഹമ്മദ് റാഫി, ശശി തിരുവാലി, യൂസഫ് കോട്ടക്കൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. തിരഞ്ഞെടുപ്പ് അനുമതികൾ ഇനി വിരൽ തുമ്പിൽ. സുതാര്യത ഉറപ്പാക്കാൻ സുവിധാ പോർട്ടൽ ഉപയോഗപ്പെടുത്തണമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ അറിയിച്ചു. മൈക്ക് പെർമിഷന് തുണ പോർട്ടലിൽ പണമടച്ച ശേഷം സുവിധയിൽ അപേക്ഷ നൽകണം. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണ നടപടികൾ കൂടുതൽ ലളിതമാക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും വിവിധ അനുമതികൾ വേഗത്തിൽ ലഭ്യമാക്കാനും ലക്ഷ്യമിടുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിലെ സുവിധാ പോർട്ടൽ സജ്ജമായി. ഈ പോർട്ടൽ വഴി പ്രചാരണവുമായി ബന്ധപ്പെട്ട സങ്കീർണമായ അനുമതികളെല്ലാം ഏകജാലകം വഴി ലഭ്യമാക്കാൻ സഹായിക്കും. അനുമതികൾ നൽകുന്നതിലെ പക്ഷപാതം ഒഴിവാക്കാനും നടപടികളിൽ പൂർണ്ണമായ സുതാര്യത ഉറപ്പാക്കാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും. പൊതുയോഗങ്ങൾ, റാലികൾ, വാഹന പ്രചാരണം എന്നിവയ്ക്കുള്ള അപേക്ഷകൾ ഇനി മുതൽ പൂർണ്ണമായും സമർപ്പിക്കാം. എന്നാൽ ഉച്ചഭാഷിണി ഉപയോഗത്തിനുള്ള ഫീസ് കേരള പോലീസിന്റെ തുണ പോർട്ടൽ വഴി അടച്ച ശേഷമേ സുവിധാ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാനാകൂ എന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ അറിയിച്ചു. CCN മലപ്പുറം. കൊച്ചിയിൽ നിന്നും മലപ്പുറം ചാപ്പനങ്ങാടിയിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുമായി എത്തിയ 40 അടി വലിപ്പമുള്ള കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. സാധനങ്ങൾ ഇറക്കുന്നതിനായി കണ്ടെയ്നർ തുറന്നപ്പോഴാണ് ഉള്ളിൽ നിന്നും പുക ഉയരുന്നത് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തുമ്പോഴേക്കും കണ്ടെയ്നറിനുള്ളിൽ നിന്നും ശക്തമായ രീതിയിൽ പുക വമിക്കുന്നുണ്ടായിരുന്നു. സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് കണ്ടെയ്നറിന്റെ മുൻഭാഗത്തെ സാധനങ്ങൾ വേഗത്തിൽ നീക്കം ചെയ്തു. തുടർന്ന് പുക ശക്തമായതോടെ സേനാംഗങ്ങൾ തീ പടരാത്ത ഭാഗത്തെ സാധനങ്ങളും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. കണ്ടെയ്നറിന്റെ മധ്യഭാഗത്തുള്ള സാധനങ്ങൾക്കാണ് തീ പിടിച്ചത്. തുടർന്ന് വെള്ളം പമ്പ് ചെയ്ത് തീ പൂർണ്ണമായും അണച്ചതോടെയാണ് അപകടാവസ്ഥ ഒഴിവായത്. ഏകദേശം 22 ലക്ഷത്തോളം രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത്. CCN മലപ്പുറം. മാരക ലഹരി മരുന്നായ മെത്താഫെറ്റമിനുമായി യുവാവ് പിടിയിലായി. പടയന്താൾ സ്വദേശി തടിയൻ വീട്ടിൽ അംജദ് ഖാനെയാണ്
കാളികാവ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ TC അനീഷും സംഘവും അറസ്റ്റ് ചെയ്തത്. പുലർച്ചെ 3:10 ചോക്കാട് ഭാഗത്ത് വെച്ചായിരുന്നു അറസ്റ്റ്. പ്രതിയിൽ നിന്ന് 40 ഗ്രാം മെത്താഫെറ്റമിൻ എക്സൈസ് സംഘം കണ്ടെടുത്തു. ഇതിന് വിപണിയിൽ 1.5 ലക്ഷം രൂപയിലധികം വില വരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചോക്കാട് പൂക്കാട്ടുംപാടം ഭാഗങ്ങളിൽ വൻതോതിൽ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് നേരിട്ട് എത്തിക്കുന്ന ലഹരിമരുന്ന് ചോക്കാട് പ്രദേശങ്ങളിലെ ചില്ലറ വിൽപ്പനക്കാർക്കും ലഹരി ഉപയോഗിക്കുന്നവർക്കും ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നതാണ് അംജാദ് ഖാന്റെ രീതി. കുറഞ്ഞ നിരക്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്ന മയക്കുമരുന്ന് വലിയ ലാഭത്തിനാണ് ഇയാൾ പ്രദേശത്ത് വിപണനം നടത്തിയിരുന്നത്. മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചോക്കാട് പെടയന്താൾ സ്വദേശിയായ അംജദ് ഖാൻ എന്ന ആളെ 38.983 ഗ്രാം മെത്താംഫെറ്റാമിനായിട്ട് പിടികൂടിയിട്ടുണ്ട്. ഇയാള് ബാംഗ്ലൂർ പോയിട്ട് ഏകദേശം 70,000 രൂപയ്ക്കാണ് ഈ 40 ഗ്രാമോളം മെത്താംഫെറ്റാമിൻ കൊണ്ടുവരുന്നത്. അത് നാട്ടിൽ വന്നിട്ട് ചില്ലറ വിൽപ്പന നടത്തുന്നുണ്ട്. 1 ഗ്രാമിന് 3,500 നിരക്കിലാണ് വിൽപ്പന. അങ്ങനെ ഏകദേശം 70,000 രൂപയ്ക്ക് കൊടുക്കുന്ന ഈ മയക്കുമരുന്ന് ഏകദേശം 1.5 ലക്ഷത്തോളം രൂപയ്ക്കാണ് നാട്ടിൽ വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ഇരട്ടി വിലയ്ക്കാണുള്ള ബിസിനസ്സാണ് നടക്കുന്നത്. കാളികാവ് റേഞ്ചിന് ശക്തമായ പരിശോധനയുടെ ഭാഗമായിട്ട് നാട്ടിലുള്ള ഈ ഒരു വലിയൊരു ലഹരിയുടെ ഉപയോഗം വെട്ടിക്കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പരിശോധന ശക്തമായ രീതിയിൽ നടത്തുന്നതാണ്. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ട വികസന പദ്ധതികൾ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നത് ജനപ്രതിനിധിയുടെ കഴിവുകേടാണെന്ന് LDF സ്ഥാനാർത്ഥി PP മുഹമ്മദ് ഹനീഫ. പെരിന്തൽമണ്ണ പ്രസ് ഫോറം സംഘടിപ്പിച്ച പോർനിലം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കുന്നതിനായിരിക്കും പ്രഥമ പരിഗണനയെന്നും ഹനീഫ പറഞ്ഞു. നിയമസഭാ മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും വലിയ വികസന പദ്ധതികൾ നടന്നിട്ടുണ്ട്. അത് ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നടപ്പാക്കുന്നതിൽ MLA കാണിച്ചിട്ടുള്ള ഒരു നിഷേധ സമീപനം ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഫീൽഡിൽ ഇറങ്ങുമ്പോൾ അത് നല്ല രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് പറയുമ്പോൾ ഞാനൊരു പ്രതിപക്ഷ MLA ആണ് എന്ന് പറയും, സ്വാഭാവികമായിട്ടും പറഞ്ഞു പോകുന്നുണ്ടാവും. ഈ നിയോജക മണ്ഡലത്തിന്റെ അതിർത്തി പങ്കിടുന്ന നിയമസഭാ മണ്ഡലങ്ങളെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കും. അവിടെ MLA-മാരുടെ രാഷ്ട്രീയം നടന്നു നോക്കിയിട്ടാണോ ഈ പദ്ധതികളെല്ലാം കൊടുത്തിട്ടുള്ളത്? വളരെ നല്ല രീതിയിലല്ലേ അതെല്ലാം നടന്നിട്ടുണ്ട്. എന്റെ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ കിഫ്ബിയുടെ ഫണ്ട് കിട്ടിയത് എന്ന് പറയുന്ന തലത്തിലേക്ക് UDF-ന്റെ MLA-മാർ വരെ മാറുന്ന സാഹചര്യം നമ്മുടെ ജില്ലയിൽ തന്നെ കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് അത് പെരിന്തൽമണ്ണയിൽ കൊണ്ടുവരാൻ കഴിയാതിരുന്നത്? ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് ജില്ലാ ആശുപത്രിയിൽ കിഫ്ബി വഴി അനുവദിച്ച 11.89 കോടി രൂപയുടെ ബ്ലോക്ക് നിർമ്മാണം തുടങ്ങിയവ മുടങ്ങിയത് വികസനത്തോടുള്ള അവഗണനയുടെ തെളിവാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2020 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത മേലാറ്റൂർ പുലാമന്തോൾ റോഡ് 6 വർഷമായിട്ടും പൂർത്തിയാക്കാത്തത് MLA-യുടെ താൽപര്യക്കുറവ് മൂലമാണെന്നും ഹനീഫ ആരോപിച്ചു. കിഫ്ബി പദ്ധതിയിലൂടെ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ കോടികളുടെ വികസന നേട്ടങ്ങൾ ഉണ്ടായപ്പോൾ പെരിന്തൽമണ്ണയിൽ അത് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടവർ പുറം തിരിഞ്ഞു നിന്നു. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ വിപുലീകരണത്തിനായി അനുവദിച്ച 58 കോടിയുടെ പദ്ധതി നടപ്പാക്കാൻ എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ MLA പരാജയപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ വളരെ പ്രധാനമായി നമ്മൾ പരിഹരിക്കപ്പെടേണ്ട ഒന്ന് പെരിന്തൽമണ്ണയെ യാത്രാ പ്രതിസന്ധിയാണ്. പെരിന്തൽമണ്ണ കുടുങ്ങിക്കിടക്കുകയാണ്. ആ കുരുക്കഴിക്കാൻ നമുക്ക് കഴിയണം. ഒരോടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അതിനൊരു പ്രധാന കാരണമുണ്ട്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത് പെരിന്തൽമണ്ണയുടെ ട്രാഫിക് കുരി കഴിയും. അതിന് ആദ്യം പ്രഥമ പരിഗണന പ്രധാനമായി നമ്മൾ കാണേണ്ട ഒന്ന് ഒരോടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രം പോരാ, അതിനൊന്നുകൂടി വിപുലപ്പെടണം. അത് നമ്മുടെ റിംഗ് റോഡുകൾ പെരിന്തൽമണ്ണയിൽ അതിന്റെ സാധ്യത പരിശോധിക്കും. ജില്ലാ ആശുപത്രിയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പകരം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന രീതിയിലുള്ള ഹെൽത്ത് കാർഡുകളാണ് ഇവിടെ നടപ്പിലാക്കിയത്. മുണ്ടൂർ തൂത റോഡ് പെരിന്തൽമണ്ണയിലേക്ക് നീട്ടുന്ന കാര്യത്തിലും വീഴ്ചയുണ്ടായി. സംസ്ഥാനത്താകെ വികസന കുതിപ്പുണ്ടായപ്പോൾ പെരിന്തൽമണ്ണയ്ക്ക് അതിന്റെ ഗുണഫലം ലഭിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MLA ഫണ്ട് വിനിയോഗിച്ച് പൂർത്തിയാക്കിയ പദ്ധതികളുടെ കണക്കുകളും അദ്ദേഹം പരിപാടിയിൽ അവതരിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ട വികസന പദ്ധതികൾ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നത് ജനപ്രതിനിധിയുടെ കഴിവുകേടാണെന്ന് LDF സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫ. പെരിന്തൽമണ്ണ പ്രസ് ഫോറം സംഘടിപ്പിച്ച പോർനിലം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കുന്നതിനായിരിക്കും പ്രഥമ പരിഗണനയെന്നും ഹനീഫ പറഞ്ഞു. മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് കൊടിയേറി. ഏപ്രിൽ 1 ബുധനാഴ്ചയാണ് പൂരം. 4 ദേശവേലകളിൽ 30ഓളം ഗജവീരന്മാർ അണിനിരക്കും. മാർച്ച് 31 കാളവേലയും ആഘോഷിക്കും. അങ്ങാടിപ്പുറം തിരുമാധാംകുന്ന് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ മാതാന്ത്രി പുരസ്കാരം സിനിമാ താരം ഇന്ദ്രൻസ് ഏറ്റുവാങ്ങി. ക്ഷേത്രാങ്കണത്തിലെ ശ്രീശൈലം ഹാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിലാണ് പുരസ്കാരം കൈമാറിയത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ റോഷന് മുസ്ലിം ലീഗുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് ലീഗ് പ്രാദേശിക നേതാക്കൾ. റോഷൻ CPIM പ്രവർത്തകനാണെന്നും നേതാക്കൾ ആരോപിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.